ഹെൽത്ത് ഒക്കെ നോക്കിയപ്പോൾ വളരെ മോശമാണ്. വളരെ മോശമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, യോഗ പ്രാക്ടീസ് ചെയ്ത ഹെൽത്ത് റിവൈവ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തപ്പോൾ പല നമ്മുടെ ഇവിടെ അഞ്ചലിൽ തന്നെ പല യോഗ നടത്തുന്ന ആളുകളുണ്ട്. അപ്പൊ അതിനകത്ത് നോക്കിയപ്പോൾ ഭാരതീയ യോഗ അക്കാഡമി എന്നും പറഞ്ഞ് അതിനകത്ത് കണ്ടു. അപ്പൊ ഞാൻ സാറിനെ ഒരു ദിവസം വിളിച്ചു, ഇങ്ങനെ എനിക്കൊരു ആവശ്യമുണ്ടെങ്കിൽ. ആനന്ദാച്ച സാർ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന് പരിചയപ്പെട്ട്. ഞാൻ ചിന്തിച്ചതുപോലെ അല്ല യോഗ എന്ന് പറയുന്നത്. ഞാൻ ചിന്തിച്ചതുപോലെ, ഞാൻ ആലോചിച്ചത് അതൊരു വിശ്വാസപരമായ കാര്യമാണെങ്കിൽ പോലും ഒരു മതത്തിന്റെ വേലിക്കെട്ടിനുള്ളിൽ ഞാൻ ഫ്രെയിം വർക്ക് ചെയ്തിരുന്നതായിട്ടാണ് ഞാൻ യോഗയെ പറ്റി കണ്ടത്. എന്നാലും അതിനകത്ത് എക്സർസൈസുകളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അതൊരു സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണെന്ന് മനസ്സിലായി. നമുക്കറിയാം, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു മതത്തിന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. എല്ലാ മതങ്ങൾക്കും ഉള്ള ഒരു കോമൺ സ്പിരിച്വാലിറ്റിയാണ്. സാറ് തന്നെ പറഞ്ഞു, അതൊരു ദൈവവുമായിട്ടുള്ള യൂണിയൻ വിത്ത് ഗോഡ് എന്നുള്ളതാണ് യോഗ എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ആ സ്പിരിച്വാലിറ്റിയുടെ വളർച്ചയാണ് നമുക്ക് യോഗയിലൂടെ കാണാനായിട്ട് സാധിക്കും. ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തെ അരക്കിട്ടുറപ്പിച്ച് നമ്മൾ മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കുക വലിയൊരു കാര്യമാണ്. അത് നമ്മൾ യോഗയുടെ അഭ്യസനത്തിലൂടെ, അത് ദൈവവുമായുള്ള ബന്ധത്തിലൂടെ നമുക്ക് വളരാനായിട്ട് സാധിക്കും. ഇവിടെ നടക്കുന്ന ഓരോ പ്രാർത്ഥനകൾ ഒരുപക്ഷെ സംസ്കൃതത്തിൽ ചൊല്ലുന്നെങ്കിൽ തന്നെയും അതെല്ലാം ഒരു യൂണിവേഴ്സൽ പ്രേയേഴ്സാണ്. അതൊരു മതത്തിന് ഓം എന്ന് പറഞ്ഞാൽ പോലും അതൊരു യൂണിവേഴ്സൽ പ്രേയർ. ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഫ്രം ദ റിലിജിയൻ. ഹിന്ദുയിസത്തിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഭാരതീയ പശ്ചാത്തലം അനുസരിച്ച് ഓം എന്ന് പറയുന്ന ശബ്ദം എന്നാണ് അതിൻ്റെ. നമ്മുടെ ബൈബിളില് യോഹന്നാന്റെ സുവിശേഷത്തിലെ ആദ്യ ഭാഗം തന്നെ പറയുന്ന വചനം ജഡം ധരിച്ചു എന്നാണ്. വചനം ജഡം ധരിച്ചു യേശു ക്രിസ്തുവായി തീർന്നു എന്നുള്ളതാണ്. ദൈവം മനുഷ്യനായി തീർന്നു. ആദി ശബ്ദം ഇവിടെ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം ബുക്ക് ഓഫ് ജനസിസിലും അത് തന്നെയാണ് പറയുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്നുള്ളത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളിലാണ് ദൈവത്തെ കാണേണ്ടത്. കാരണം യു ആർ ക്രിയേറ്റഡ് ബൈ ഗോഡ് എന്നാണ്. ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ദൈവത്തെ കാണണമെങ്കിൽ എൻ്റെ സഹോദരനെ കണ്ടാൽ മതി. എൻ്റെ സഹോദരനെ ഞാൻ സ്നേഹിച്ചാൽ മതി. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. അതാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. അത് തന്നെയാണ്. തീർച്ചയായിട്ടും ആ സ്പിരിച്വാലിറ്റി ഈ ലോകത്തിലുണ്ട്. ആ സ്പിരിച്വാലിറ്റി വളരുക എന്നുള്ളതാണ്. ഒരു മതത്തിലല്ല. ഐഡൽ വർഷിപ്പ് ഒക്കെ പിൽക്കാലത്ത് നമ്മുടെ ആ ഒരു സൗകര്യത്തിന് വേണ്ടി പിന്നീട് ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളാണ്. അത് ഓരോരുത്തരുടെയും സ്പിരിച്വാലിറ്റി അനുസരിച്ചിരിക്കും. എനിക്ക് ഐഡലിനെ കണ്ടെങ്കിലേ വർഷിപ്പ് വരുത്തോളെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്ന പ്രശ്നമില്ല. എന്നാൽ ഐഡലിനെ കാണാതെയും എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും. ദൈവത്തെ എൻ്റെ ഉള്ളിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ദൈവം വസിക്കുന്നത് എപ്പോഴും നമ്മുടെ മനുഷ്യ ശരീരത്തിലാണ്. അപ്പം സാറ് പറയുന്ന പോലെ ഈ യോഗയിൽ പറയുന്നത് പോലെ ശരീരം വിശുദ്ധമാണ്. അതെ, എപ്പോഴാന്ന് ചോദിച്ചാൽ നമ്മൾ വിശുദ്ധിയിലേക്ക് വളരണം. കാരണം ദൈവത്തെ സ്വീകരിക്കത്തക്കവണ്ണം നമ്മുടെ ശരീരം വിശുദ്ധമാക്കണം. ഓരോ ദിവസം നമ്മൾ വിശുദ്ധമാക്കണം. നമ്മൾ ആരോഗ്യത്തിലേക്ക് വളരണം. നമ്മൾ പ്രകാശം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരിലും ഞാൻ ആ സൗന്ദര്യം കാണുന്നുണ്ട്. പണ്ട് നിങ്ങൾ വന്ന സമയത്ത് ആ ഒരു ആളുകളല്ല ഇന്ന്. നമ്മൾ ആ യോഗ ചെയ്യുന്നതിലൂടെ തന്നെ ഒരു പ്രകാശം നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്ന് ആവസിക്കുന്നുണ്ട്. ആ പ്രകാശം നമ്മളിലുണ്ട്. ആ പ്രകാശം യോഗയുടെ ആ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് സാർ അത് പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ പോലും അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല.